അപ്പോൾ ജനനായകൻ സിനിമ കണ്ടിട്ടിരിക്കുകയാണ്. ജനനായകൻ എന്ന സിനിമ വരുമ്പം അതിൻ്റെ അകത്ത് വിജയ് എന്ന എനർജറ്റിക് ആയിട്ടുള്ള നടനെ നമുക്ക് കാണാൻ പറ്റും. എനർജറ്റിക് പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ഷൻ, മാസ് ഡയലോഗ്സ് പ്ലസ് പുള്ളിയുടേതായിട്ടുള്ള നമ്മളെ ഓളം വെപ്പിക്കാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ പക്ക ഫാൻസിന് വേണ്ടിയിട്ട് ഉള്ളൊരു സിനിമയാണ്. അങ്ങനെ ഞാൻ പറയുന്നു എങ്കിൽ പോലും വിജയ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടുന്ന സിനിമയാണ്. അദ്ദേഹത്തിന്റെ അവസാനത്തെ സിനിമ എന്ന നിലയിൽ ആ സിനിമയെ നമുക്ക് സ്നേഹിച്ച് അത്ര എനർജറ്റിക് ആയിട്ട് നമുക്കിരുന്ന് കാണാൻ പറ്റും. ഓരോ ഡയലോഗിനും ഓരോ ആക്ഷനും നമ്മൾ ഉറപ്പായിട്ടും നമ്മൾ കൈയടിക്കും, നമ്മൾ ആർപ്പ് വിളിക്കും. പക്ഷെ ഒരു കാര്യം, ലോജിക് എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ ഇങ്ങനെ എടുത്ത് മാറ്റി വെക്കുക, എന്നിട്ടിരുന്ന് കാണുക ആക്ഷന്റെ കാര്യത്തിലാണ്. എന്നാൽ ഈ സിനിമയിൽ കഥയുണ്ടോ എന്ന് ചോദിച്ചാൽ കഥയുണ്ട്. ഒരു അപ്പൻ മകൾ ബന്ധം ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതെങ്ങനെ അപ്പൻ മകൾ ബന്ധമാകുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. അതിനുശേഷമുള്ള അദ്ദേഹത്തിന്റെ ലൈഫ് അങ്ങനെ പോകുന്നു, ആ ലൈഫിലേക്ക് ആരൊക്കെ കടന്നു വരുന്നു, അദ്ദേഹത്തിന്റെ പാസ്റ്റ് എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാമാണ് സിനിമയിൽ വന്നിരിക്കുന്നത്. ഒരു കാര്യം പറയാനുള്ളത്, ഭഗവത് കേസരി എന്ന് പറയുന്ന സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? നമ്മുടെ നന്ദമൂരി ബാലകൃഷ്ണ ബാലയ്യയുടെ സിനിമ കണ്ടിട്ടുണ്ടോ? എക്സാക്ട് അതേ സിനിമ തന്നെയാണ്. സെയിം ബട്ട് ഡിഫറെന്റ് എന്ന് നമ്മൾ പറയത്തില്ലേ, അതാണ് സിനിമ. പിന്നെ ഈ സിനിമയിൽ കുറച്ചുകൂടി പൊളിറ്റിക്കൽ ഡയലോഗ്സ് ചേർത്തിട്ടുണ്ട്. മറ്റേ സിനിമയിലും അത്യാവശ്യം ഉണ്ടായിരുന്നു, പൊളിറ്റിക്കൽ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾക്കിട്ട് ചില ആളുകൾക്കിട്ടൊക്കെയുള്ള കൊട്ടും കുത്തും എല്ലാം ഉണ്ടായിരുന്നു. പിന്നെ ഇതൊരു വിജയ് മൂവി ആയതുകൊണ്ട് കുറച്ചുകൂടി എന്താ പറയാ, ഈ പറയുന്ന പോലെ അത് കേട്ടിട്ടുണ്ട്. ബട്ട് അവിടെ ബാലയ്യക്ക് പാണ്ടിലോറി ആണെങ്കിൽ ഇവിടെ വിജയ്ക്ക് ബൈക്ക് എന്ന് പറയുമ്പം നിങ്ങൾക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലാകും എന്ന് വിചാരിക്കുന്നു. എക്സാക്ട് ആ സിനിമ തന്നെ അഡോപ്റ്റ് ചെയ്ത് എടുത്തു വെച്ചിരിക്കുകയാണ്. പക്ഷേ നമ്മളൊരു സിനിമ കാണാൻ പോകുമ്പോൾ നമ്മൾ ആ സിനിമയെക്കുറിച്ച് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കണം. ഇത് വിജയ് സിനിമയാണ്. വിജയ് സിനിമ കാണുമ്പം അത്രമാത്രം എനർജി ഉണ്ടാകും. ആ സിനിമയിൽ എന്തൊക്കെയാണ് അദ്ദേഹത്തിൻ്റെതായ ഉള്ളത് എന്നുള്ളത് നമ്മൾ മുന്നിൽ കാണണം. കാരണം അദ്ദേഹം നേരത്തെ സിനിമകളിൽ കാണിച്ചിട്ടുള്ള അദ്ദേഹത്തിന്റെ അതേ സ്റ്റൈൽ, അതേ സ്വാഗ്, അതേ ഡയലോഗ് പ്രസൻസ്, അതേ ആക്ഷൻസ്, ഇതൊക്കെ തന്നെയാണ് സിനിമ. നമ്മൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടി പോകണം. പിന്നെ ചില കൊഞ്ഞാണന്മാര് ഈ പറയുന്ന പോലെ ചിലരെ മാത്രമാണ് ഉദ്ദേശിക്കുന്നത്. കാരണം നമ്മൾ കാണാൻ പോകുന്ന സിനിമയുടെ ഒരു ലെവൽ എന്താണെന്ന്, അല്ലെങ്കിൽ അത് എങ്ങനത്തെ ഒരു സിനിമയാണെന്ന് മനസ്സിലാക്കിയിട്ട് വേണം സിനിമ കാണാൻ വേണ്ടി പോകാൻ. അല്ലാതെ ചുമ്മാ കയറിയിട്ട് എല്ലാത്തിനും കുറ്റം പറയാൻ നിൽക്കരുത്. കുറ്റം പറയുന്ന ആളുകളുണ്ട്, കുറ്റം പറയാനുള്ള കാര്യങ്ങളുണ്ട്, പക്ഷെ അടച്ചങ്ങോട്ട് കളയരുത്. കാരണം ഓരോ സിനിമയ്ക്ക് ഓരോ ജോണറാണ്. ഈ സിനിമയുടെ ജോണർ എന്താണെന്നുള്ളത് നമ്മൾ ട്രെയിലറിൽ കൂടെ മനസ്സിലാക്കിയതാണ്. പിന്നെ ഭഗവത് കേസരി എന്ന് പറഞ്ഞ സിനിമ കണ്ടിട്ടുള്ളവർക്ക് ഏകദേശം കാര്യങ്ങൾ മനസ്സിലായിട്ടുള്ളതാണ്. ലീക്ഡ് വേർഷൻ ആ സിനിമയുടെ, അതായത് ജനനായകന്റെ ലീക്ഡ് പ്രിന്റ് കണ്ടിട്ടുള്ള കുറേ അധികം ആളുകളുണ്ട്. പക്ഷേ ആ ഒരു കാര്യം മാറ്റി നിർത്തി കഴിഞ്ഞാൽ ഒരു പടം ഫ്രഷ് ആയിട്ട് പോയി കാണുമ്പോൾ ആ ഒരു എനർജി നമുക്ക് തിയേറ്ററിൽ കാണാൻ പറ്റും. ആ ഒരു ഓറ നമുക്ക് കിട്ടും. മമിതയുടെ ക്യാരക്ടറാണെങ്കിലും നമുക്ക് കിട്ടും. നല്ല അടിപൊളി നന്നായിട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കുറച്ച് എനർജറ്റിക് മൂവ്മെന്റ്സ് ഒക്കെ അതിനകത്തൊക്കെ ഉണ്ട്. മൊമെന്റ്സ് എന്നല്ല, മൂവ്മെന്റ്സ് എന്ന് തന്നെ പറയാം. നമ്മൾ പ്രതീക്ഷിക്കാത്ത കുറച്ച് കാര്യങ്ങൾ അവിടെ ആ മറ്റേ സിനിമ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഈ സിനിമ ഭയങ്കര അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് ഡിഫറെന്റ് ആയിട്ട് നമുക്ക് തോന്നും. പിന്നെ ഇതിന്റെ എന്താ പറയുന്നത്, മൊത്തത്തിലുള്ള ഒരു ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഭയങ്കര കളർഫുള്ളാണ്. ആക്ഷനുണ്ട്, മാസുണ്ട്. നമ്മൾ സാധാരണ ചെയ്തു ആക്ഷനുണ്ട്, മാസുണ്ട്, ഞെരിപ്പ് ഡയലോഗുണ്ട്, പിന്നെ സ്ക്രീൻ പ്രസൻസ് ഉണ്ട്. ഇതൊക്കെ പോരെ വിജയ് സിനിമ കാണുവാൻ വേണ്ടി വിജയ് ആരാധകർക്ക്? നമ്മൾ ഒത്തിരി കൂടുതലായിട്ടൊന്നും ചിന്തിക്കേണ്ടെന്നേ. ഒരുപാട് ചിന്തിക്കാൻ പോയി കഴിഞ്ഞാൽ ഓരോ ഫിലിം മേക്കേഴ്സും ഒരു നടനെ വെച്ച് സിനിമ ചെയ്യുമ്പോൾ ആ നടനെ വെച്ച് ചെയ്യാനായിട്ട് ആ ഫിലിം മേക്കർ ഉദ്ദേശിച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടാവും. ഇയാളെ ഇങ്ങനെ പ്രസന്റ് ചെയ്താൽ ഇങ്ങനെയാണ്, ഈ രീതി പ്രസന്റ് ചെയ്താൽ കയ്യടി വീഴും, ഉള്ള കാര്യങ്ങൾ അറിയാം. കറക്റ്റ് സംഭവം തന്നെയാണ്. അതാണ് ഞാൻ തിയേറ്ററിൽ ഇരുന്ന് കണ്ടത്. വിജയുടെ ഓരോ ഡയലോഗിനും നമുക്ക് ഈ പറയുന്ന കയ്യടി കാണാൻ പറ്റുമായിരുന്നു, ആർപ്പ് വിളികൾ, വിസിലടികൾ, ഇതെല്ലാം നമുക്ക് കാണാൻ പറ്റുമായിരുന്നു. അതാണ് വിജയ് സിനിമ. വിജയ് സിനിമയ്ക്ക് എന്താ പറയുക, ഇതിനൊരു കഥയുണ്ട്, കത്തിയുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ട്. കത്തി വേണം. നമ്മൾ അങ്ങനെ ചിന്തിച്ചുകൊണ്ടേ പോകാൻ പറ്റുള്ളൂ. കാരണം എന്നാ പറയുന്നത്, ഒരിടിക്ക് 10 പേര് പറന്നു പോകുന്ന ആ ഒരു സെറ്റപ്പ് സാധനങ്ങളൊക്കെ ഉണ്ട്. അത് കാണാൻ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്നേ. കാര്യം പറഞ്ഞാൽ സിനിമയുടെ ഒക്കെ ഒരു സ്വഭാവം മാറിയിട്ടുണ്ടെന്ന് പറഞ്ഞാലും ഇങ്ങനെയുള്ള ചില സിനിമകൾ തിയേറ്ററിലേക്ക് വരുമ്പോൾ ആളുകൾ ഒഴുകിയെത്തും.
പിന്നെ വേറൊരു കാര്യം ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വിജയുടെ അവസാനത്തെ സിനിമയാണ് ഇത്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേണേ അത് ഒന്നാമത്തെ കാര്യമായിട്ട് പറയാം, ഇപ്പോഴത്തെ തമിഴ്നാടിന്റെ മുഖ്യമന്ത്രിയാണ് വിജയ്. വിജയുടെ മുഖ്യമന്ത്രി ആയതിനു ശേഷമുള്ള കുറേ മാസ് മൊമെന്റ്സ് നമ്മൾ കാണുന്നതാണ്. അദ്ദേഹത്തിൻ്റെതായ ആ ഒരു സ്റ്റൈല്, അദ്ദേഹം ഒരു സ്റ്റൈല് പിടിച്ചിട്ടുണ്ട്. ആ സ്റ്റൈലിൽ തന്നെയാണ് അത്യാവശ്യം നമ്മൾ ചിലപ്പോൾ പറയും ഇദ്ദേഹം സിനിമ വിട്ടിട്ടില്ലല്ലോ എന്ന് വരെ ചിന്തിച്ചു പോകുന്ന ഒരു സാഹചര്യമുണ്ട്. എന്താണെങ്കിൽ എന്താണ്, ആ മാസം ആ ഓറയെല്ലാം സിനിമയിൽ ഇല്ലെങ്കിൽ പോലും അദ്ദേഹം ലൈഫിൽ കാണിക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. എന്താണെന്ന് പറഞ്ഞാലും എന്നെ സംബന്ധിച്ച് ഞാൻ ഭയങ്കര അടിപൊളിയായിട്ടാണ് തിയേറ്ററിൽ ഇരുന്നത്. കാരണം എനിക്ക് വിജയിനെ അങ്ങനെ കാണുമ്പോൾ ഒരു ഭയങ്കര എനർജി എനിക്ക് തോന്നുന്നുണ്ടായിരുന്നു. കാരണം നമ്മൾ അങ്ങനെ ഒരു സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നത്. ഇപ്പം ഞാനൊരു മറ്റൊരു ഉദാഹരണം പറയാം. ഇപ്പം നമ്മൾ ജോജു ജോർജിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ട്, വരവെന്ന് പറയുന്ന സിനിമ. അദ്ദേഹത്തിന്റെ ആക്ഷനും അദ്ദേഹത്തിന്റെ ആ ഒരു സ്ക്രീൻ പ്രസൻസും ഒക്കെ ഭയങ്കര അടിപൊളിയല്ലേ ജോജു ജോർജിന്റെ, ഇല്ലേ? പക്ഷേ ആ സിനിമയുടെ ഒരു രീതി എന്താണ്, അങ്ങനെ ഒരു ആക്ഷൻ മൂവിയാണ്, ഒരു ഫാമിലി ഇമോഷണൽ റിവഞ്ച് സ്റ്റോറിയാണ്. അതെന്താണെന്നുള്ളത് സിനിമ ഇറങ്ങുന്നതിന് മുന്നേ അതിന്റെ സംവിധായകനും അതിന്റെ സിനിമയിൽ ഉള്ള ആളുകളും നമുക്കൊരു രൂപം നമുക്ക് തന്നിട്ടുണ്ട്. നമ്മൾ ആ ഒരു രീതിക്കാണ് സിനിമ. പക്ഷെ സിനിമ കാണുമ്പോൾ നമുക്ക് കുറച്ച് എവിടെയോ എന്തൊക്കെയോ കുറച്ച് കാര്യങ്ങളിലൊക്കെ കുറവ് പോലെ തോന്നും. എന്നാലും അതിൻ്റെ അകത്ത് ജോജു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ കയറി നിൽക്കുമ്പോൾ ഉള്ള ഒരു ഇതുണ്ടല്ലോ, ഒരു ഞെരുപ്പ്, ഒരു ഇടി, കിണ്ടലിടി, അത് നമുക്ക് ഭയങ്കര ഇതാണ്. അതുപോലെ തന്നെയാണ് വിജയുടെ സിനിമയും. വിജയ് സിനിമയിൽ അദ്ദേഹത്തിന്റെ എത്ര ആക്ഷൻസ്, ആ ഒരു ചൂയിങ് എടുത്തിടുന്ന സാധനം, ആ പെടൽ ഇങ്ങനെ ഇട്ട് തിരിക്കുന്ന സാധനം, അങ്ങനെ എത്ര മാസ് മൊമെന്റ്സ്, ഇതൊക്കെ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് കാണാനായിട്ട് ഇഷ്ടം പോലെ ആളുകളുണ്ട്. അവിടെയാണ് നമ്മൾ വലിച്ചു വാരി കുത്താൻ വേണ്ടി പോകുന്നത്. പിന്നെ സിനിമ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഈ സിനിമ ഇറങ്ങാതിരുന്നതിന്റെ ഒരു കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഒരു രാഷ്ട്രീയമുണ്ട്. ഇതിൻ്റെ അകത്ത് കൃത്യമായിട്ട് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങൾക്കിട്ടുള്ള കൊട്ടുണ്ട്, കുത്തുണ്ട്. അതുകൊണ്ട് മാത്രമാണ് ഈ സിനിമ ഇങ്ങനെ ചവിട്ടിക്കൂട്ടി ഇത്രയും നാളും ഇറങ്ങാതിരുന്നത്. ജനനായകൻ, ജനങ്ങളുടെ നായകൻ, രക്ഷകൻ തന്നെയാണ്. ആ ഒരു സെറ്റപ്പിലാണ് ഈ സിനിമ വന്നിരിക്കുന്നത്. അപ്പൊ എന്തായാലും മമിതയുടെ പെർഫോമൻസും അതുപോലെ തന്നെ വിജയുടെ ആ ഒരു പെർഫോമൻസും, എന്താ പറയാ, ബാക്കി എല്ലാ ആൾക്കാരും അതിനകത്ത് വന്നിട്ടുണ്ട് അടിപൊളിയായിട്ട്. എന്നെ സംബന്ധിച്ച് ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഭഗവത് കേസരി എന്ന് പറയുന്ന സിനിമ കണ്ടതിന് ശേഷമാണ് ഞാൻ ഈ സിനിമ കണ്ടത്. ഭഗവത് കേസരി വർഷങ്ങൾക്ക് മുന്നേ പറഞ്ഞാൽ ഒരു 1.5 കൊല്ലം മുന്നേ ഞാൻ കണ്ട സിനിമയാണ്. അത് യൂട്യൂബിൽ അതിന്റെ ഹിന്ദി ഡബ്ഡ് വേർഷൻ ഉണ്ട്, അല്ലെങ്കിൽ യൂട്യൂബിൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു അതിന്റെ തെലുങ്ക് അല്ലെങ്കിൽ തമിഴ് വെർഷൻസ് ഒക്കെ കിടപ്പുണ്ട്. സിനിമ കണ്ടാണ്. ആ സിനിമ ഭഗവത് കേസരി അന്ന് കാണുമ്പോൾ നമുക്ക് അതിനൊരു ഭയങ്കര ഒരു ബാലയ്യ പടങ്ങൾ കാണാൻ വേണ്ടി ആളുകൾ എങ്ങനെ ഇരിക്കുന്നത്, ഒരു ബാലയ്യ സിനിമ കാണാൻ വേണ്ടി നമ്മൾ പോകുമ്പം നമ്മൾ നമ്മുടെ ലോജിക്ക് എടുത്ത് മാറ്റണം, തലച്ചോറിനെ എടുത്ത് മാറ്റി ഫ്രീസറിൽ വെച്ചിട്ട് പോകണം. കാരണം നമ്മൾ വെറും ഒരു ബഹിരാകാശത്തോ അല്ലെങ്കിൽ ഒരു അന്യ ഗ്രഹത്തിൽ ചെന്ന ഒരു അവസ്ഥയിലോ നമ്മൾ ചെന്നൊരു സിനിമ കാണണം. അങ്ങനെ കണ്ടാലേ ഉള്ളൂ. അങ്ങനെ കാണുമ്പോൾ നമുക്ക് ആ ഒരു ഫയർ കിട്ടും. അതാണ് ബാലയ്യയുടെ ഒരിടിക്ക് 100 പേര് പറന്നു പോകുന്ന കാണുമ്പോഴത്തേക്കൊക്കെ സീൻ അടിപൊളിയാണ്. ഇവിടെ വിജയ് ബൈക്കിൽ വന്ന് മാസ് കാണിക്കുന്ന ഒരു സീനുണ്ട്. അവിടെ അത് ബാലയ്യ വരുന്നത് അങ്ങ് നാഷണൽ പെർമിറ്റ് ലോറി വേട്ടോ, ആ ലോറി എയറിൽ പറപ്പിച്ച് അതിന്റെ കുറെ ആക്ഷൻ അടിപൊളി സാധനങ്ങളുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോജിക്കൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ട് കാണേണ്ട സിനിമയാണ്. പക്ഷെ നമുക്ക് ആ ഒരു സിനിമ, ആ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, തമന്റെ മ്യൂസിക്കും കാര്യങ്ങളെല്ലാം അവിടെ വരുമ്പോൾ നമ്മളിരുന്ന് ഇങ്ങനെ ഞെരിച്ച് കാണും. അങ്ങനെ കാണാൻ വേണ്ടിയിട്ടുള്ള സിനിമയാണ്. അതുകൊണ്ട് തന്നെയാണ് അവിടെ ആ സിനിമ ഭയങ്കര ഹിറ്റായിരുന്നു, ഭഗവത് കേസരി. ഇവിടെ അതുപോലെ തന്നെ ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഇങ്ങോട്ടേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലെ രാഷ്ട്രീയവും അതിന്റെ ആ ഒരു സാഹചര്യങ്ങളും ഇഷ്ടപ്പെട്ടിട്ട് തന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ജനനായകൻ എന്ന് പറയുന്ന സിനിമ ഒരു പക്കാ വിജയ് മൂവിയാണ്. പക്കാ വിജയ് ഫാൻസിന് വേണ്ടിയിട്ടുള്ളതാണ്. പക്കാ വിജയ് സിനിമ, വിജയ് ഫാൻസ് മാറ്റിയിട്ട് പക്കാ വിജയ് സിനിമകൾ ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. പക്കാ മാസ് മൂവീസ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അതാണ് ജനനായകൻ. ഇതിൽ കൂടുതൽ ഞാൻ എന്താണ് പറയേണ്ടത്? എനിക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇത്രയും വാദോരാതെ ആ സിനിമയെക്കുറിച്ച് സംസാരിച്ചത്. എന്തായാലും പുള്ളിയുടെ ലാസ്റ്റ് സിനിമയാണ്. സിനിമ കഴിയുമ്പോൾ നമുക്ക് പുള്ളിയുടെ പഴയ പടങ്ങളുടെ കുറച്ച് സീൻസും കാര്യങ്ങളും എല്ലാം ഇങ്ങനെ കാണിക്കും. നമുക്ക് കുറച്ച് വിജയിനെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് നമുക്കത് കുറച്ച് ഇമോഷണലായിട്ട് നമുക്ക് ഫീൽ ചെയ്യുന്ന ഒരു സിനിമയാണ്. ആ ഒരു കുറേ സീക്വൻസ് പോകുമ്പോഴത്തേക്ക് നമുക്ക്
പിന്നെ അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ അറിയാമല്ലോ എന്താണെന്നുള്ളത്. മാസ് കാണിച്ചു തന്നെയാണ് അദ്ദേഹം, മാസമായിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുന്നത്. ഇനി സിനിമയായിട്ട് വരുമോന്ന് അറിയത്തില്ല. എപ്പോൾ സിനിമയായിട്ട് വന്നാലും അദ്ദേഹത്തിന്റെ സിനിമകൾ ഇനിയും ഇപ്പോൾ ഉള്ളതിന്റെ 10 മടങ്ങ് ഇരട്ടിയിൽ ആളുകൾ സ്വീകരിക്കും. അതാണ് വിജയ് എന്ന് പറയുന്ന നടൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഓറ. ഇത് കൂടുതൽ എന്നാ പറയണ്ടേ? ബൈ.